കൂട്ടണം ചൂഷണം നിർത്തണം ഞങ്ങൾ ധീരരായി വരും. പണിയെടുത്തതിന് മാന്യമായ കൂലി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം തുടങ്ങി 37ാമത്തെ ദിവസത്തെ കാഴ്ചയാണത്. കഞ്ഞികുടി. ആ കഞ്ഞികുടിയും അവർ നിർത്താൻ പോവുകയാണ്. നിരാഹാര സമരത്തിലേക്ക്. പണിയെടുക്കുന്നതിന് ഒരു 700 രൂപയെങ്കിലും ഒരു ദിവസം കൂലി തരൂ എന്ന് പറഞ്ഞ് ഈ പാവം സ്ത്രീകൾ സമരം തുടങ്ങിയിട്ട് 37ാമത് ദിവസമായി കഴിഞ്ഞു. നല്ല വാക്കുകൾ പറയുന്ന കേന്ദ്ര സർക്കാരോ ഒരു വാക്കും പറയാത്ത സംസ്ഥാന സർക്കാരോ ഇവരോട് ഒരു കരുണയും ഇത്രയും നാളായിട്ട് കാണിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. വലിയ കോടികളും ലക്ഷങ്ങളുമൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ വളർന്നു വരുമ്പോൾ ഈ പാവം സ്ത്രീകൾ അവരുടെ കുടുംബം പോറ്റാനായിട്ട് പകലന്തിയോളം പണിയെടുക്കുന്ന ഈ വിഭാഗം ഒരു 700 രൂപ ചോദിക്കുമ്പോൾ അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഭരണാധികാരികളുള്ള നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. അവരുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. നിരാഹാരം എന്നാ തുടങ്ങണേ? മറ്റന്നാൾ തുടങ്ങണം. തീരുമാനം ഉറപ്പിച്ചോ? തീർച്ചയായിട്ടും നേടണം വിട്ടുകൊടുക്കരുത്. സമരം തുടങ്ങി 37 നാളായിട്ടും ആ സമരവീര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ആ വീര്യം കൂടിയിട്ടേ ഉള്ളൂ. കാരണം പട്ടിണി കിടക്കുന്നതിൻ്റെ വേദന, പണിയെടുത്തതിൻ്റെ കൂലി കിട്ടാത്തതിൻ്റെ വേദന, അതൊക്കെ അറിയുന്നവരാണ് ഇന്ന് ഭരണത്തിലുള്ളത് എന്നുള്ളതാണ് വിചിത്രമായൊരു കാര്യം. ഒരു കാലത്ത് പട്ടിണി കിടക്കുന്നവൻ്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ളത് എന്നുള്ള കാര്യം നാം മറന്നുകൂടാ. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നോക്കി വരുന്ന ഓരോ വീടും കയറി ഇറങ്ങുന്ന ഓരോ വീട്ടമ്മമാരുടെയും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന പാവപ്പെട്ട സ്ത്രീകളെ അവഗണിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്, എന്ത് ന്യായമാണുള്ളത്? ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഈ അവകാശങ്ങൾക്ക് നിരക്കണ്ണടയ്ക്കുമ്പോൾ തന്നെ മറുവശത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. വലിയ പണക്കാർക്ക് വേണ്ടി, വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, പല മുതലാളിമാർക്ക് വേണ്ടി അവർ കണ്ണടച്ചു കൊടുക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നാം മറന്നുകൂടാ. ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് സംസ്ഥാന ഗവൺമെൻറ്റും, അതല്ല സംസ്ഥാന ഗവൺമെൻറ്റാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റും പരസ്പരം പഴിചാരി ഇവരെ ഈ വഴിയോരങ്ങളിൽ പട്ടിണി സമരത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ അവസ്ഥ. അത് ഈ ആധുനിക ലോകത്ത് അത് നമുക്ക് ചിന്തിക്കാനും പ്രത്യേകിച്ചും ഇത്രയും പുരോഗതി കൈവരിച്ച കേരളത്തിന് അഭിമാനിക്കത്തക്കതല്ല എന്നുള്ളത് ഇവിടെ പറയട്ടെ. ഈ സമരം കാണുമ്പോൾ പണ്ട് AKG കോൺഗ്രസ്സുകാർ INTUC നടത്തിയിരുന്ന ഒരു സമരപ്പന്തലിലേക്ക് കയറി ചെന്നുവെന്നും അവരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എന്നും നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയല്ല, യഥാർത്ഥ സംഭവം തന്നെയാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ഭരണത്തിലുള്ള പാർട്ടിക്ക്. ആ പാർട്ടി ഇന്ന് ഈ വിഭാഗത്തിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ അവരെ ശ്രദ്ധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അവരെ പിടിച്ച് ഒരു രമ്യതയിലെത്താത്ത? എന്തുകൊണ്ട് അവർക്ക് മാന്യമായ ഒരു കൂലി കൊടുക്കുന്നില്ല? ഇന്ന് അധികാരത്തിലുള്ള പല നേതാക്കളും ഇന്ന് അവരുടെ സുഖശീതളമായ അല്ലെങ്കിൽ AC റൂമുകളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി വളരെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ പിൻകാല ചരിത്രം അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രം അവർ മറക്കുന്നു. ആ പ്രസ്ഥാനം വളർന്നു വന്ന കാര്യം അവർ മറന്നുപോകുന്നു. ഇന്നവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അവർക്ക് ഇത്തരം വിഭാഗക്കാരെ ഈ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിനെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ അവർക്ക് ഓർമ്മയില്ലാതായിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സാധാരണക്കാരൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ഇത്തരം ഈ AC റൂമുകളിൽ വാഴുന്ന ഇത്തരം ചില നേതാക്കൾ അല്ലെങ്കിൽ അവർക്ക് ആ സുഖശീതളമയിലിരുന്ന കാലങ്ങളായി അവർ അധികാരത്തിൻ്റെ ഭ്രമത്തിലിരിക്കുമ്പോൾ അവർക്ക് ഇവരെ പുച്ഛമാകുന്നു, അല്ലെങ്കിൽ അവർ ഒരു കാലത്ത് ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന കാര്യം മറന്നുപോകുന്നു. വികസനത്തിൻ്റെ ഒരു പേരിൽ അവർ വലിയ മുതലാളിമാരുടെ, ചങ്ങാത്ത മുതലാളിമാരുടെ ആ വശീകരണത്തിലകപ്പെട്ട് ഈ വിഭാഗക്കാരെ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ഇവരെ സമീപിക്കുമ്പോൾ അവർ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്, അല്ലെങ്കിൽ അവരോട് ചില അപ്രോച്ചുകളുണ്ട്. അതുപോലും മനം മടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു അവജ്ഞയാണ് ഇത്തരം നേതാക്കളിൽ നിന്ന് പലപ്പോഴും കാണുന്നത്. അവർക്ക് AC അകത്തളങ്ങളിൽ ഒരു വിശാലമായ ചില റൂമുകളിൽ അവരങ്ങനെ ഇരുന്ന് ഒരു രാജാവ് ചമയുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗക്കാരുടെ ആവശ്യങ്ങൾ എന്ന് അംഗീകരിക്കപ്പെടുമെന്ന് നമുക്ക് പറയുകയ്യ. നല്ലത് മാത്രം സംഭവിക്കട്ടെ, ഈ നേതാക്കൾക്ക് നല്ല ബുദ്ധി ഉദിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇവർക്കെല്ലാ വിജയാശംസകളും നേരുന്നു.